നമസ്തേ. അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൽ ശാക്തേയവും വടക്കൈമ്പാ കർമ്മങ്ങളൊക്കെ പല തറവാടുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വർഷത്തിൽ ശാക്തേയ കർമ്മം ചെയ്യുന്ന ഒരു തറവാട്ടിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ പോയി തർപ്പണ സമയമാകുമ്പോൾ അവിടുത്തെ തറവാട്ടുകാരോടൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ത്രീകളൊക്കെ ഈ വർഷം മടിച്ചു വന്നു. ആരും അങ്ങോട്ട് കയറിയില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. സുഖമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പുരുഷന്മാർ മാത്രം കയറിയിട്ട് തർപ്പണമൊക്കെ ചെയ്തു. കർമ്മം ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. കാരണം കർമ്മം പൂർത്തീകരണമെങ്കിൽ സ്ത്രീകൾ കയറണം. ശാക്തേയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ശാക്തേയത്തിൽ പരിപൂർണതയാവും. കാരണം ഇത് ഭൈരവിക്ക് പ്രാധാന്യമുള്ള പൂജയാണ്. ഭൈരവനും ഭൈരവിയും ശിവശക്തി ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ശാക്തേയ കർമ്മത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു, അത് ജ്യോതിഷം പറഞ്ഞ് കയറാൻ പാടില്ല. അപ്പോൾ അവരാരാന്ന് പറയുന്നില്ല. ജ്യോതിഷം പറഞ്ഞ് കയറാൻ പാടില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, ഞാനിവിടെ നിന്ന് എണീക്കണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് പറഞ്ഞതെന്ന് പറയണം. കാരണം അങ്ങനത്തെ ഒരു വഴി ശാക്തേയത്തിലില്ല. സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ളൊരു വഴി ശാക്തേയത്തിലില്ല. സ്ത്രീകൾ കയറിയാലേ ശാക്തേയം പൂർണ്ണമാവും. അതാണ് എൻ്റെ സത്യം. അപ്പം ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് വഴിയിട്ട് അവർ ആളെ പറഞ്ഞു. പേര് ഞാൻ പറയുന്നില്ല. പിണറായിയിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോത്സ്യനാണ്. മൂപ്പറാണ് പറഞ്ഞത് സ്ത്രീകളെ ശാക്തേയത്തിൽ കയറാൻ പാടില്ല. അപ്പോൾ നല്ലവരായിട്ടുള്ള ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. ശാക്തേയത്തെ പറ്റി അറിയുന്നതും ശാക്തേയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ശാക്തേയം നശിച്ചു പോയാലുള്ള ഒരു കുലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിവുള്ള ജ്യോത്സ്യന്മാർ ഒരുപാടുണ്ട്. അവരൊന്നുമല്ല നമ്മളീ പറയുന്നത്. ഇതുപോലുള്ള കീടങ്ങളുണ്ടാകും കുറേ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. കാരണം അവനവന് വേണ്ടുന്ന കാര്യം പറഞ്ഞാൽ പോരെ. ഒരു തറവാട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവിടെ കർമ്മത്തിൽ പിഴവുണ്ടേ അത് പറയുക, അല്ലെങ്കിൽ കർമ്മീൻ്റെ അടുത്ത് പിഴവുണ്ടേ അത് പറയുക. ഇന്നേ രാശിപ്രകാരം ഇന്നേതുപോലെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇന്നേ വിധത്തിൽ നടക്കണം, ഇന്നേ വിധത്തിൽ നടക്കണ്ട, അറിയാതെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇതുപോലുള്ള ആൾക്കാരാണ് പല തറവാടുകളിലും ശാക്തേയം നിൽക്കാൻ തന്നെ കാരണമായിട്ടുള്ളത്. ഇതുപോലത്തെ ജ്യോതിഷം പറഞ്ഞ ഉറപ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിച്ചിട്ടാണ് ഇതിനെ അതൊരു മഹാപാപകർമ്മം എന്ന നിലയിൽ വരുത്തി തീർത്ത്. ഈ പറയുന്ന ചങ്ങായിയുടെ വീട്ടിലും ശാക്തേയം കഴിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഉത്തമത്തിലാവുമല്ലോ. ഉത്തമത്തിൽ അതെന്ത് ശാക്തയാണെന്ന് നമുക്കറിയില്ല. ഉത്തമത്തിലുണ്ട് അങ്ങനെ ഒരു ശാക്തേയം. ശാക്തേയം എന്ന് പറഞ്ഞാൽ ശക്തിയെ പൂജിക്കുന്ന കർമ്മ. അതിൽ ശക്തിക്ക് അഭിവാജ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ വേണമെന്നാണ്. തർപ്പണാദികൾ 5 മകാരങ്ങളോട് കൂടിയ പൂജയാണ്. അപ്പോൾ ഉത്തമത്തിൽ ഉത്തമമായ കർമ്മം തന്നെയാണ് ശാക്തേയം. അത് കറക്റ്റ്. പക്ഷേ അതല്ലാതെ പാലും പഴവും കൊടുത്തിട്ട് ചെയ്യുന്നത് ശാക്തയാകുമോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെന്ന് പറയപ്പെടുന്നു അവിടെ. അതെന്തോ ആവട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ എങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരു കാര്യം ഒരു ഇതുപോലത്തുള്ള മാന്യ വ്യക്തികൾ പറയുമ്പോൾ, കാരണം ജ്യോതിഷന്മാരടുത്താണല്ലോ ആൾക്കാർ അറിയാൻ പോവുക. തറവാട്ടിലെ ആൾക്കാരൊക്കെ അറിയാൻ പോവുക ജ്യോതിഷന്മാരടുത്താണല്ലോ. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. എന്തായാലും നമ്മൾ അദ്ദേഹത്തിനെ കാണും, കാര്യങ്ങൾ ചോദിക്കും. കാരണം അദ്ദേഹം എവിടുന്നാണ് പഠിച്ചതെന്ന് അറിയണമല്ലോ. ഇത് എവിടുന്ന് പഠിച്ചതാണ്, എവിടുന്ന് കിട്ടിയ അറിവാണെന്ന് അറിയണമല്ലോ. ശാക്തേയത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല, സ്ത്രീകൾ കയറാൻ പാടില്ല. ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്തുമ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ അടിച്ചേൽപ്പിക്കല്ലേ വേണ്ട സമൂഹത്തിൽ. ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് സ്ത്രീകൾ കയറാൻ പാടില്ല ശാക്തേയത്തിൽ?
അതാണ് മനസ്സിലാകുന്നത്. ഈ ശക്തി പൂജ എന്ന് പറഞ്ഞാൽ, ശാക്തേയം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് ശരിക്കും? ആരെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പൂജ കർമ്മം അവിടെ നടക്കുന്നത്? ഈ പറഞ്ഞ വ്യക്തിക്ക് അതറിയാവോ? ഇതിൻ്റെ ഉള്ളിലെ ക്രിയാ വഴികൾ എന്തെല്ലാമെന്നറിയാവോ? അതിലെന്തിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് അറിയാവോ? 5 മകാരത്തിൽ ഒരു മകാരം എന്തെന്നാണെന്നറിയാവോ? ഈ അറിയുന്ന ആളാണെങ്കിൽ ഈ കാര്യം പറയില്ല. ഇതൊക്കെ അറിയുന്ന ആ വ്യക്തിയാണെങ്കിൽ ശാക്തേയത്തിൽ സ്ത്രീകളെ പങ്കെടുക്കാൻ പാടില്ല, സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയില്ല. അപ്പോൾ ആ തറവാട്ടിൽ ഇതുകൊണ്ട് ഈ വർഷം ആരും കയറിയിട്ടില്ല. ഇതുപോലത്തുള്ള കീടങ്ങളെ കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പം പിന്നെ വേറൊരു നമ്മൾ വടകരയിലൊരു സുഹൃത്ത് ഇതുപോലെ തന്നെ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, അതും ഇതുപോലെ തന്നെ ഒരു ജ്യോതിഷൻ്റെ പണിയാണ്. കാലാകാലങ്ങളായിട്ട് ആ തറവാടിൽ അകത്ത് വെച്ചിട്ടാണ് ശാക്തേയ പീഠത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബലി കൊടുക്കുക, കോഴീനെ ബലി കൊടുക്കൽ. അപ്പോൾ തറവാട്ടുകാർ ആ ജ്യോതിഷം സംബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അറിവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാടില്ല, കോഴീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാനേ പാടില്ല, ആ പരിസരത്ത് നിന്ന് ഇറക്കാൻ പാടില്ല, നിങ്ങളത് വേക്കേപ്പുറത്ത് പുറത്ത് വേക്കിൽ പിറകു വശത്തായിട്ട് പോയിട്ട് അത് ചെയ്യണമെന്നില്ല വർത്താനം. അടുക്കള വശത്തെ കുപ്പത്തൊട്ടി പോയിട്ട് ചെയ്യാൻ ശാക്തേയത്തിന് കൊടുക്കുന്ന കോഴി. ഇവനൊക്കെ എന്ത് പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്? എവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെന്ന് അറിയാതെ. ശാക്തേയത്തിൽ കൊടുക്കുന്ന ബലിമൃഗത്തിന് പ്രാധാന്യമുണ്ട്. ബലിമൃഗം എങ്ങനെയായിരിക്കുന്നത് പ്രാധാന്യമുണ്ട്. ആ ബലിമൃഗത്തിന് ചെയ്യേണ്ട ഉപചാരങ്ങളുണ്ട്. അതിനെ എങ്ങനെയാണ് ഉപചാരം ചെയ്ത് അതിൻ്റെ കാര്യകർമാദികൾ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ ഖണ്ഡിക്കണം, അതിനെ എവിടെ വെച്ച് ബലി കൊടുക്കണം, ഇതിലൊക്കെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇവരെ പോലത്തുള്ള ആൾക്കാർ പറയുന്നത് അത് അവിടെ നിന്ന് പാടില്ല എന്ന്. ഇവരൊക്കെ എവിടെ നിന്ന് പഠിച്ചിട്ടാണ്? അതാണ് തിരിയാറുള്ളത്. ഏത് ഗ്രന്ഥത്തിൽ നിന്നാണോ അല്ലേ ഇവരെ ഗുരുപരമ്പര? എങ്ങനെയാണ് ഇവരെ പരമ്പരയിൽ അങ്ങനെയാണെങ്കിൽ അവരായിക്കോട്ടെ, അത് മറ്റുള്ളവരെന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് തിരിയാത്തത്. കാരണം ഭംഗിയായിട്ട് നടന്നു വരുന്ന പല തറവാടുകളും നശിക്കാൻ ഇതുപോലത്തെ ജ്യോതിഷന്മാരുടെ പ്രവണതകൾ ഇടയാക്കുന്നുണ്ട്. നമ്മൾ പല തറവാടുകളും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ മുടങ്ങിയ തറവാടുകളും മുടങ്ങിയ പതികളും ഒക്കെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജ്യോതിഷികൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ അവമതിപ്പുണ്ടാക്കുമ്പോൾ അത് നമ്മൾ ചോദ്യം തന്നെ ചെയ്യും. എന്തായാലും ഈ പറഞ്ഞ വ്യക്തികളടുത്ത് നമ്മൾ എത്തും, എന്തായാലും ചോദിക്കുകയും ചെയ്യും. കാരണം അതൊരു നല്ല പ്രവണതയല്ലല്ലോ. ഒരു കാര്യം അറിയില്ലെങ്കിൽ അതിനെക്കൊണ്ട് അറിയില്ലെങ്കിൽ അതിനെ അറിയാതെ കാര്യങ്ങൾ പറയാതിരിക്കുക. അല്ലാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണോ പറയേണ്ടത്? ശാക്തേയത്തിനെ പറ്റി അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയാതിരിക്കുക. അതിങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാ വേണ്ടത്. പിന്നെ മറ്റൊരു വിഭാഗമില്ലെന്ന് പറഞ്ഞാൽ ശാക്തേയത്തിൽ തറവാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ശാക്തേയാന്ന് പ്രശ്നങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനടി പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ ആവാഹിച്ചിട്ട് മാമാനത്തോ മാടായിക്കാവിലോ പോയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ജ്യോതിഷിമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഈ ശാക്തേയത്തെ ആവാഹിച്ചിട്ട് കൊണ്ടുപോയിട്ട് എത്ര തറവാടുകൾ ഇവിടെ ഗതി പിടിച്ചിട്ടുണ്ട് ഇവർക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പല കുലങ്ങളും ഇന്ന് നാശത്തിൻ്റെ വക്കിലായത് ഈ ശാക്തേയ വഴികളിലെ കർമ്മങ്ങൾ മുടങ്ങിയിട്ടാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതിനെ നിങ്ങൾ ഉദ്ധരിക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ അതിനെ വരുന്ന കൂട്ടരെ അത് വീണ്ടും അതിനെ നാശത്തിലേക്ക് വിട്ടിട്ട് അത് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. വരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. അല്ലാതെ ആ കുലം നശിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്. ഇതാണ് പറയാനുള്ളത്.